വീട്ടിലെ വാഷിംഗ് മെഷീൻ, എൻ്റെ വീട്ടിലെ ടോപ്പ് ലോഡിങ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ഇതിൻ്റെ ടബ് ക്ലീനിങ് ഒരുപാട് കാലമായി ടബ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ടബ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. വാഷിംഗ് മെഷീനിലൊക്കെ ടബ് ക്ലീനിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഇൻബിൽട്ടായിട്ട് നൽകുന്നുണ്ട്. ഒരുപാട് വെള്ളം കൺസ്യൂം ചെയ്യുമെങ്കിലും ആ ഒരു ഓപ്ഷനിൽ ചെയ്യുന്നതായിരിക്കും സേഫ് എന്ന് തോന്നുന്നു. ടാപ്പ് കണക്ഷനൊക്കെ ഓഫ് ചെയ്യാണ്. ടാപ്പ് കണക്ഷൻ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കിൽ നിന്ന് വാട്ടർ ഇൻലെറ്റ് റിമൂവ് ചെയ്തു. ഇൻലെറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തുള്ള ക്ലിപ്പിലൊക്കെ ചെളി ഉണ്ടെങ്കിൽ അത് ആദ്യം റിമൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ബ്ലൂ കളറിൽ കാണും. ആ ക്ലിപ്പാണ് നമ്മൾ ഇത് ഈ അടുത്ത് തന്നെ ക്ലീൻ ചെയ്തിട്ടുകൊണ്ട് അതിനകത്ത് കരിഞ്ഞൊരു ചെളിയൊന്നുമില്ല. റോക്കറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ടബ് ക്ലീനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടബ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് പൾസേറ്ററാണ്, വാഷിംഗ് മെഷീൻ്റെ പൾസേറ്ററാണ്. ഈ പൾസേറ്ററിൻ്റെ ഒരു അസിസ്റ്റൻസോട് കൂടി തന്നെയാണ് എപ്പോഴും നമുക്ക് ഇതിനകത്തുള്ള ക്ലീനിങ്. ഇതിനടിയിൽ ചെറിയൊരു ഡ്രം കൂടെ ഉണ്ട്. ആ ഡ്രമ്മിൽ ഗ്രാവിറ്റി സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ട് ചെളിയൊക്കെ അടിഞ്ഞു കൂടിയിട്ടൊക്കെയാണ് വാഷിംഗ് മെഷീൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അടിയിലാണ് ചെളികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്ലിപ്പ് റിമൂവ് ചെയ്ത് ഇതിനകത്തുള്ളൊരു സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടബ് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിന് ശേഷം അതിനടിയിലുള്ള ചെളികളൊക്കെ കഴുകി വൃത്തിയാക്കാം മാനുവലായിട്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു ക്ലീനിങ് ഇവിടെയാണ്. കണ്ടില്ലേ, ഇവിടെ ചെളി ഒരു പൊടികളൊക്കെ കുടുക്കി കിടക്കുന്നുണ്ട് ഡ്രസ്സിൻ്റെ. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇത് വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ കഴുകി വൃത്തിയാക്കണം. ഡ്രസ്സ് അലക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ വീണ്ടും ഇത് ചെയ്യണം. അത് ജസ്റ്റ് ക്ലിപ്പിംഗ് ആണ്. അതില്ലെങ്കിൽ വീണ്ടും ആ പൊടി താഴെ നിന്ന് വരുന്ന പൊടി വീണ്ടും ഈ നമ്മുടെ ടാങ്കിലേക്ക് വെള്ളത്തിലേക്ക് വീഴും. അപ്പോൾ നമ്മൾ പണി തുടങ്ങി കേട്ടോ. കവർ റിമൂവ് ചെയ്തു. ഇനി ആ സ്ക്രൂ റിമൂവ് ചെയ്യണം. ആ സ്ക്രൂ നമ്മൾ ടപ്പേന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത പണി നടക്കുള്ളൂല്ലോ. സ്ക്രൂ റിമൂവ് ചെയ്തു, കിടക്കുന്ന സാധനം. അതിനുശേഷം അടുത്ത 3 സ്ക്രൂ കൂടിയുണ്ട്, അതും റിമൂവ് ചെയ്തു. ഇതൊന്നും റിമൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ക്ലീൻ ചെയ്യേണ്ടത് കൊണ്ട് മാത്രമേ ഞാൻ റിമൂവ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ശേഷം ടബ് ഇങ്ങനെ പിടിച്ച് ഇളക്കിയെടുക്കണം. ഇടാൻ മാത്രമേ നടക്കുള്ളൂ. അത്യാവശ്യം നന്നായി ഇളക്കിയെടുക്കണം. നല്ല ബുഷിൽ നല്ല ടൈറ്റ് ഫിറ്റായി കിടക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിക്കോളൂ, ധൈര്യമായിട്ട് ഇളക്കിക്കോ. കയ്യിലേക്ക് ഇപ്പം വരും. കിട്ടിയപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ അകം കണ്ടോ, ചെളിയോ ചെളി. ഇവിടെയാണെങ്കിലോ ഒരു കെട്ട് കണക്കിന് ചെളിയുണ്ട്. കയ്യിലേക്ക് ഇങ്ങനെ മാന്തി പൊളിച്ചെടുക്കാൻ പാകത്തിന് കയ്യിലേക്ക് വിരലിലേക്ക് വരുന്ന കണ്ടില്ലേ, ചെളിയാണ്. ഈ ചെളിയൊക്കെ നമ്മുടെ ഡ്രസ്സിനകത്ത് നിന്ന് തന്നെ വന്നതാണ് കേട്ടോ. ആ ബുഷാണ് കാണുന്നത്. ഓക്കെ, ആ ബുഷിലായിരുന്നു നേരത്തെ നമ്മുടെ ടിൽറ്റർ ഉണ്ടായിരുന്നത്. ഇനി പുറഞ്ചം കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് വേണം നമുക്ക് അടുത്ത പണി തുടങ്ങാൻ. ചോറ് എന്ന സമയമായി, അതുകൊണ്ട് പെട്ടെന്നാക്കട്ടെ. എല്ലാം കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ടബിൻ്റെ അടി, ഇനി ഫിൽറ്ററുകൾ, ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട. ഇപ്പോൾ ഇതിൻ്റെ വൃത്തി കണ്ടില്ലേ നിങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള അവസ്ഥയും. ഇനി മൊത്തത്തിലൊന്ന് ക്ലീനാക്കി കളയാം. വാഷിംഗ് മെഷീൻ്റെ മുകളിലും താഴെ വശവും ഒക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ശുദ്ധി കലശം തന്നെ ആകട്ടെ. ഒരുപാടായില്ലേ നമ്മൾ ഡ്രസ്സുകൾ അലക്കുന്ന, ഇവനെ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കാം. ഇപ്പോൾ എങ്ങനെ ഇരിക്കണം, നന്നായി വൃത്തിയായില്ലേ. ഇനി നമുക്ക് പഴയ പരിപാടി, സാധനങ്ങളൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്ത് തുടങ്ങാം. ആ ഫിൽറ്ററിൻ്റെയൊക്കെ വൃത്തി കണ്ടോ, നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിനെ ക്ലിപ്പ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് തന്നെ ഇടാം. ഈ വിധത്തിലാണ് അതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത്. റിമൂവ് ചെയ്ത സാധനം വീണ്ടും അകത്തേക്കിട്ട് അവിടെ ഉറപ്പിച്ച് നിർത്തി. അടുത്തതായിട്ട് നമുക്ക് ഇടേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടിൽറ്റിംഗ് പ്ലേറ്റ് ആണ്. ആ ബോട്ടം പ്ലേറ്റ് നമ്മൾ അതിനകത്തേക്ക് അമർത്തി വെച്ച് കൊടുത്തു. നന്നായി അമർത്തി വെക്കുക. നേരത്തെ കണ്ട ബുഷിലേക്ക് നന്നായി ഇറങ്ങി നിൽക്കണം. പിന്നീട് നേരത്തെ ചെയ്ത പണികളൊക്കെ തിരിച്ച് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ സെഷൻ ഇടണം. 3 സ്ക്രൂ ഇട്ടു, നന്നായി ഉറപ്പിച്ച് നിർത്തി. അതിനുശേഷം അടുത്ത സെഷൻ ഇട്ടു. അത് ക്ലിപ്പിംഗ് ഫിറ്റിംഗ് ആണ്. അതിനുശേഷം നടുവിലുള്ള മെയിൻ സ്ക്രൂ ഇട്ടു. നന്നായി ടൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടൈറ്റിങ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്, അലക്കുന്ന സമയത്ത് ഇതിന് വൈബ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇടത് കൈ കൊണ്ടൊന്ന് മുറുക്കി പിടിച്ചതിന് ശേഷം വീണ്ടും ടൈറ്റ്
ലാസ്റ്റ് കൂടി അടിച്ചു. ഓക്കെ അല്ലെന്ന് ഉറപ്പിച്ചു. ഓക്കെ.